ഓണനാളുകളെ വരവേൽക്കാൻ മലയോര വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞെങ്കിലും വിലക്കയറ്റം കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ വലക്കുന്നു. ഓണത്തിന് തൊട്ടുമുൻപുള്ള ദിനങ്ങളിൽ പൂക്കൾക്കും അവശ്യ പച്ചക്കറികൾക്കും വൻ വിലവർധനവാണ് പ്രാദേശിക വിപണിയിൽ അനുഭവപ്പെടുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കൾ വ്യാപകമായി എത്തിത്തുടങ്ങിയെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം വിലയാണ് വിപണിയിൽ ഈടാക്കുന്നത്. ഓണപ്പൂക്കളം ഒരുക്കാൻ ഏറ്റവും അധികം ആവശ്യമുള്ള പ്രധാന പൂക്കളായ മഞ്ഞ ചെണ്ടുമല്ലിക്ക് 200 രൂപ മുതൽ 400 രൂപ വരെയാണ് വില. ഓറഞ്ച് ചെണ്ടുമല്ലിക്ക് 150 രൂപയും വെള്ള ജമന്തിക്ക് 600 രൂപയും ചുവപ്പ് റോസിന് 600 രൂപയും വാടാമുല്ലക്ക് 500 രൂപയും മജന്ത ജമന്തിക്ക് 1000 രൂപയുമാണ് നിലവിൽ വിപണിയിൽ നിന്നും ഈടാക്കുന്നത്. കർണാടക തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളായ ഗുണ്ടൽപേട്ട് മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് മലയോര മേഖലയിലേക്ക് പ്രധാനമായും പൂക്കൾ എത്തുന്നത്. എന്നാൽ അവിടെയുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും അപ്രതീക്ഷിത മഴയുമാണ് പൂക്കളുടെ ഉൽപാദനത്തെ കടുത്ത രീതിയിൽ ബാധിച്ചതെന്ന് മൊത്ത കച്ചവടക്കാർ വ്യക്തമാക്കുന്നു. അവിടെ റേറ്റിന് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ പിള്ളേരാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. അവരുടെ ഉപജീവന മാർഗം നമ്മൾ ചെറിയ ലാഭങ്ങൾ നടത്തുന്നത്. പിന്നെ പൈസയുടെ റേറ്റ് മാത്രമേ കൂടുതലുള്ളൂ. അവിടെ ചെലവും കാര്യങ്ങളെല്ലാം നമ്മൾ മുടക്കി കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില കൂടുതലാണ് അവിടെ വില ഇവിടെ നല്ല വില കൂട്ടാണ്. നമ്മൾ വിറ്റ് കൊടുക്കണം എന്ന ആവശ്യത്തിലാണ് നമ്മൾ ഉണർന്നു പറഞ്ഞാൽ. ഇവിടെ എങ്ങനെയാണ് റേറ്റ്? ഇതിനകത്ത് റേറ്റ് എങ്ങനെയാണ്? ഡിമാൻഡ് അനുസരിച്ച് വരവ് കുറഞ്ഞതാണ് പൂക്കളുടെ തീവിലക്ക് കാരണം. പൂക്കൾക്ക് പുറമെ സദ്യവട്ടങ്ങൾക്കായുള്ള അവശ്യ പച്ചക്കറികൾക്കും വിപണിയിൽ വലിയ രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. സവോള, തക്കാളി, പയർ, ക്യാപ്സിക്കം തുടങ്ങിയവയ്ക്കെല്ലാം ചില്ലറ വിപണിയിൽ ഉയർന്ന നിരക്കാണ്. വിലക്കയറ്റം ബജറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ഓണാഘോഷത്തിന്റെ ആവേശം കുറയ്ക്കാൻ മലയോര ജനത തയ്യാറല്ല. സാധനങ്ങൾ വാങ്ങാനായി മലയോരത്തെ പ്രധാന ടൗണുകളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുടുംബശ്രീയുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വിപണിയിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനാണ് സാധ്യത. ഹൈവിഷൻ ന്യൂസ്, കേരളം.